നമുക്ക് ജീവനും ജീവശ്വാസവും നൽകുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനും ജീവശ്വാസവും നൽകിയിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തണം. അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ നാം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് എത്തും. ചെങ്കടലിലും ഈജിപ്തിലും തന്റെ ജനത്തെ രക്ഷിക്കുവാനായി ശക്തനായി നിന്ന ഈ ദൈവത്തെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈജിപ്തിലെ ഫറവോയും തേരുകളും കുതിരകളും കുതിര പടയാളികളും ഒരു സൈന്യം മുഴുവൻ ഇസ്രായേൽ ജനത്തിനെതിരെ വരുന്നത് കണ്ടപ്പോൾ ചെങ്കടലിന് സമീപം നിന്ന ജനം ഭയപ്പെട്ട് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. മോശ കർത്താവിന്റെ കൽപ്പന പ്രകാരം തന്റെ കരം കടലിനു മീതെ നീട്ടിപ്പിടിച്ചു. അപ്പോൾ കർത്താവ് കടലിനെ രണ്ടായി വിഭജിച്ച് തന്റെ ജനത്തെ കടലിന് നടുവിലൂടെ വരണ്ട ഭൂമിയിലൂടെ രക്ഷപ്പെടുത്തി. സ്നേഹമുള്ളവരെ, കർത്താവ് സർവശക്തനായ ദൈവമാണ്. അന്നും ഇന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് മോശയോട് ചോദിച്ചതുപോലെ നമ്മോടും ചോദിക്കുന്നു: എത്ര നാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും നിങ്ങൾ പാലിക്കാതിരിക്കും? നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും. കർത്താവേ, ഞങ്ങൾ തന്നെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്. ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ കർത്താവെ അറിയുന്നു. അങ്ങയുടെ കയ്യിൽ കർത്താവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മേലെ അങ്ങയുടെ കരുണയുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിത്യവും നടത്തണമേ കർത്താവേ. കർത്താവേ, നൽകുന്ന സമ്പൂർണമായി എന്നെ മാറ്റേണമേ. യേശുവേ, എൻ പ്രാർത്ഥന ഒന്ന് കേൾക്കേണമേ. നിൻഹിതമെന്നിൽ പൂർണ്ണമാകാൻ നല്ല ദൈവമേ, ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു. സമ്പൂർണമായി എന്നെ മാറ്റേണമേ. എൻ പ്രാർത്ഥന ഒന്ന് കേൾക്കേണമേ. നിൻഹിതമെന്നിൽ പൂർണ്ണമാകാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എന്നെ സമർപ്പിക്കുന്ന നിന്റെ കൈകളിൽ ഞാൻ കർത്താവേ, എന്നെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിത്യവും നടത്തേണമേ. ഓ എന്റെ നല്ല ദൈവമേ, എന്നെ സമർപ്പിക്കുന്നു. നിൻ കയ്യിൽ ഞാൻ എന്നെ നിറയ്ക്കേണമേ. എന്നെ നിത്യവും നടത്തേണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എന്നെ കഴുകണമേ കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്താൽ നീതീകരിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെ സൗഖ്യമാക്കുവാൻ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കഴുകുവാൻ, ഞങ്ങളുടെ ആത്മാവിനെ കഴുകുവാൻ വിട്ടുതരുന്ന നാഥ, എന്നെ കഴുകണേ നിൻ രക്തത്താൽ. യേശുവേ, ശുദ്ധീകരിക്കണമേ.
നിൻ വചനത്താൽ ആമേൻ. നീതീകരിക്കണേ നിൻ നീതിയാൽ ഓ യേശുവേ, സൗഖ്യമാക്കെന്നെ പൂർണ്ണമായി. കർത്താവേ, എന്നെ കഴുകണേ നിൻ രക്തത്താൽ ശുദ്ധീകരിക്കണമേ കർത്താവേ. ശുദ്ധീകരിക്കണേ നിൻ വചനത്താൽ ജീസസ്. നീതീകരിക്കണേ നിൻ നീതിയാൽ സൗഖ്യമാക്കെന്നെ പൂർണ്ണമായി. എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. എന്നെ സമർപ്പിക്കുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി. എന്നെ നിറയ്ക്കണമേ നാഥാ, എന്നെ നിറയ്ക്കണമേ. നിത്യവും നടത്തണമേ. എന്നെ നിത്യവും നടത്തേണമേ. എന്നെ സമർപ്പിക്കുന്നു. പൂർണ്ണമായും സമർപ്പിക്കുന്ന നാഥാ, നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി. ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരും. എന്നെ നിറയ്ക്കണമേ. ഓ യേശുവേ, എന്നെ നിത്യവും നടത്തേണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ പൂർണ്ണമായും നിറയ്ക്കണം. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. നിന്നാലോചനയാൽ നടത്തേണമേ. നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാം. ആമേൻ. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നിന്നാലോചനയാൽ നടത്തേണമേ. നിൻ ഹിതമെന്നിൽ പൂർണ്ണമാ. ഓ യേശുവേ, എന്നെ സമർപ്പിക്കുന്ന നാഥ, അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി. സമർപ്പിയിൽ ഞാൻ പൂർണ്ണമായി. ഓ ജീസസ്, എന്നെ നിറയ്ക്കണമേ. യേശുവേ, എന്നെ നിത്യവും നടത്തേണമേ. ഗ്ലോറി, ഹല്ലേലൂയ. എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞാൻ ഞങ്ങളെ നയിക്കണമേ കർത്താവേ. എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കണമേ നാഥ. എന്നെ നിത്യവും നടത്തേണമേ. ഹല്ലേലൂയ കർത്താവേ. ഓ ഗ്ലോറി, യേശുവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളോട് കരുണയാകണമേ കർത്താവേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ കണക്കിലെടുക്കാതെ ഞങ്ങളുടെ പാപങ്ങളെ മുഴുവനും കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഞങ്ങൾ വീണ്ടെടുക്കണമേ നാഥ. ഞങ്ങളെയും കർത്താവേ ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മക്കളോടും അങ്ങയുടെ കരുണയുണ്ടാകുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ. ഇന്നേ ദിവസം കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.